അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21 വ്യാഴാഴ്ച. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ പുനഃപരിശോധനയില്ല. സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. PBയുടെ അംഗീകാരവുമുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. 16ാം കേരള നിയമസഭയിലെ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രോടേം സ്പീക്കർ G സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അക്ഷരമാല ക്രമത്തിലാണ് MLAമാരെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചത്. ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയാണ് G സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തത്. 140 അംഗ നിയമസഭയിൽ 70 അംഗങ്ങളും പുതുമുഖങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച് MLA ആയിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ MLA ആയി 8ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. നിയമസഭയിൽ MLA സത്യപ്രതിജ്ഞയിലും മേനോൻ ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. അച്ഛന്റെ മുഴുവൻ പേരും പറഞ്ഞാണ് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പ്രോടേം സ്പീക്കർ G സുധാകരന് നിറഞ്ഞ ചിരിയോടെ കൈകൊടുത്തു. ഡയസിലേക്ക് പിണറായി വിജയൻ കടന്നുവരാൻ ഒരുങ്ങുമ്പോൾ തന്നെ G സുധാകരൻ സ്പീക്കറുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്നേഹാദരം പ്രകടിപ്പിച്ചിരുന്നു. പിണറായി സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. CPM വിട്ട UDF സ്വതന്ത്രരായി വിജയിച്ച V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും MLAമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇരുവരും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പിണറായി വിജയന് കൈകൊടുത്തുകൊണ്ടായിരുന്നു TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചൊല്ലാനെത്തിയത്. പിണറായി വിജയന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു V കുഞ്ഞികൃഷ്ണന്റെ വരവ്. പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് എത്തിയത് ഇലക്ട്രിക് സൈക്കിളിൽ. പുതുപ്പള്ളി മണ്ഡലത്തിലെ പ്രചാരണത്തിലുടനീളം ചാണ്ടി ഉമ്മൻ ഉപയോഗിച്ചത് ഇലക്ട്രിക് സൈക്കിൾ ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഷർട്ട് ധരിച്ചാണ് ചാണ്ടി സഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം BJPയുടെ 3 MLAമാരും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായിട്ടാണ് നിയമസഭയിലേക്ക് എത്തിയത്. BJPക്ക് ഇത് ചരിത്ര ദിനമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 40 വാഹനങ്ങളുടെ അകമ്പടിയുമായി ചീറിപ്പാഞ്ഞു യാത്ര ചെയ്തിരുന്ന പിണറായി വിജയൻ ട്രെയിൻ കാത്ത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്ന ചിത്രം വൈറലായി. അരികെ CPM ജില്ലാ സെക്രട്ടറി KK രാഘേഷും വലിയ ബാഗുമായി ഒരു യുവാവും ഏതാനും സ്വകാര്യ പോലീസുകാരുമുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. ലൈഫ് മിഷൻ വീടുകളും ക്ഷേമ പെൻഷനുകളും വാങ്ങിയവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്താൻ ഏരിയ കമ്മിറ്റികളോട് CPM സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു. സർക്കാർ പദ്ധതികൾ സഹായിച്ചോ എന്നതടക്കം 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. നേതൃത്വത്തിന്റെ ധാർഷ്ട്യം, ഏകാധിപത്യം, അഴിമതി, വെറുപ്പിക്കൽ എന്നിവയൊന്നും ചോദ്യങ്ങളിൽ ഇല്ല. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിൽ പ്രതികൾക്കെതിരെ വ്യോമയാന നിയമമോ വധശ്രമക്കേസോ നിലനിൽക്കില്ലെന്ന് സർക്കാർ. 4 വർഷത്തിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസുകാർക്കെതിരായ വകുപ്പ് ഇളവു ചെയ്ത് റിപ്പോർട്ട് നൽകിയത്. വ്യോമയാന വകുപ്പ് ചുമത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. എന്നിട്ടും തിരുത്തി കുറ്റപത്രം നൽകാൻ LDF സർക്കാർ തയ്യാറായില്ല.
പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത 112 മരങ്ങളുടെയും മഹസർ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. മരങ്ങൾ ലേലം ചെയ്യാൻ ബത്തേരി കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും കണക്കെടുപ്പ് നടത്തിയിരുന്നു. മരങ്ങൾ വിട്ടുകിട്ടാൻ പ്രതികളായ റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ എന്നിവർ നൽകിയ ഹർജി ബത്തേരി കോടതി കടുത്ത പരാമർശങ്ങളോടെ തള്ളിയിരുന്നു. CPM നേതൃത്വത്തിനെതിരെ വയനാട് ജില്ലാ കമ്മിറ്റിയിലും അതിരൂക്ഷ വിമർശനം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായത് ജനങ്ങളെയും പാർട്ടിയെയും വെല്ലുവിളിക്കുന്ന നടപടിയാണ്. MV ഗോവിന്ദനും പിണറായി വിജയനും സംസ്ഥാനത്ത് നിന്ന് മാറണം. CPM ജില്ലാ സെക്രട്ടറി റഫീഖ് സെലിബ്രിറ്റികൾ വരുമ്പോൾ റീൽസ് എടുക്കേണ്ട ആളല്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. CPMൽ എല്ലാവരും വിമർശന വിധേയരാണെന്ന് മുതിർന്ന CPM നേതാവ് MV ജയരാജൻ. വിമർശനവും സ്വയം വിമർശനവുമാണ് പാർട്ടിയുടെ കരുത്ത്. കമ്മ്യൂണിസത്തിൽ വിമർശനത്തിന് അതീതരായി ആരുമില്ലെന്നും ജയരാജൻ പറഞ്ഞു. പാർട്ടിയിൽ ഉയരുന്നത് വ്യക്തിപരമായ വിമർശനങ്ങളല്ല. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്തവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ റദ്ദാക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശനെ പരിഹസിച്ച് CPIM നേതാവ് EP ജയരാജൻ. ദേശീയപാതയും മെട്രോയും ഗെയിൽ പൈപ്പ് ലൈനും ഉപേക്ഷിക്കരുതെന്നായിരുന്നു പരിഹാസം. തമിഴ്നാട് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ക്ഷണമുണ്ടെന്ന് പ്രൊഫസർ KV തോമസ്. അവിടുത്തെ ചില വ്യാപാരി സുഹൃത്തുക്കളാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വിജയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം പിണറായിയുടെ അനുവാദത്തോടെ തീരുമാനമെടുക്കും. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിളി എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി മുഹമ്മദ് ഫസൽ വധക്കേസിൽ നിർണായക തൊണ്ടി മുതലായി എറണാകുളം CJM കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൂവാല കോടതിയിൽ നിന്ന് കാണാതായി. തൂവാല ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ തൂവാല എന്ന് രേഖപ്പെടുത്തിയ ഭാഗം കീറിയ നിലയിലുള്ള ഒരു കവർ മറ്റൊരു കവറിനുള്ളിലാക്കിയ നിലയിൽ കോടതിയിൽ സമർപ്പിച്ചു. പുറം കവറിൽ എലികരണ്ട് നശിപ്പിച്ചതായി കയ്യെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിച്ചു. എറണാകുളത്ത് മലയിടം തുരുത്തിൽ സുപ്രീം കോടതി വിധിയനുസരിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ സമരം നടത്തിയ 50ഓളം CPM പ്രവർത്തകർക്കെതിരെ കേസ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് നടപടി. പുറമ്പോക്ക് ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ച് പട്ടയം നൽകുന്നതുവരെ സമരം തുടരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ് പറഞ്ഞു. വിജയലഹരിയിൽ എല്ലാം മറന്ന് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ കോൺഗ്രസ് MLA-മാരെയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതാണെന്നും അനൌചിത്യം ഉണ്ടായെങ്കിൽ സദയം പൊറുക്കണമെന്നും ചെറിയാൻ ഫിലിപ്പ്. ഇന്ദിരാഭവനിൽ അനേകം ക്യാമറകൾക്ക് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലാണ് അത് ചെയ്തത്. ഒറ്റയാനായി സന്യാസ സദൃശ്യമായ ജീവിതം നയിക്കുന്ന തന്നെ ഒരു സ്ത്രീലമ്പടനായി ചിത്രീകരിച്ചത് മാനസികമായി തളർത്തിയെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നിയമ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി സഹായ സമിതി അറിയിച്ചു. ജയിൽ മോചനത്തിന് ശേഷമുള്ള അന്തിമഘട്ടമായ എക്സിറ്റ് വിസ ഏതു നിമിഷവും ലഭ്യമായേക്കുമെന്നാണ് സൂചന. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഡൽഹിയിൽ ഓട്ടോയും ടാക്സിയും 3 ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു. ഇന്ധനവില വർധന മൂലം ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസും യുണൈറ്റഡ് ഫ്രണ്ട് ഓഫ് ഓൾ ട്രാൻസ്പോർട്ട് അസോസിയേഷനുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിൽ 23 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരുമാണ് മന്ത്രിമാരായത്. ഇതോടെ മന്ത്രിമാരുടെ എണ്ണം 32ആയി. തമിഴ്നാട്ടിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഹാജർ നിയമങ്ങൾ കർശനമാക്കി വിവിധ വകുപ്പുകൾ. മുഖ്യമന്ത്രിയുടെ കൃത്യനിഷ്ഠതയെ തുടർന്ന് ജീവനക്കാർ ഓഫീസ് സമയം പാലിക്കണമെന്ന് വകുപ്പുകൾ പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 22-ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ദേവഗൌഡ, ദിഗ്വിജയ് സിംഗ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവരുടെ കാലാവധി ജൂണിൽ അവസാനിക്കും. ഖാർഗെ തുടർന്നേക്കും.
രാജ്യസഭയിലേക്ക് എത്താൻ അശോക് ഗെഹ്ലോട്ട്, പവൻ ഖേര തുടങ്ങിയ നേതാക്കൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ സ്കൂളിൽ മാത്രമല്ല മദ്രസകളിലും ദേശീയ ഗീതമായ വന്ദേമാതരം നിർബന്ധമാക്കാൻ BJP സർക്കാരിന്റെ ഉത്തരവ്. സംസ്ഥാനത്തെ മുഴുവൻ മദ്രസകളിലും രാവിലെ നടക്കുന്ന അസംബ്ലികളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള മദ്രസ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2027 പരീക്ഷാ കലണ്ടർ പുറത്തിറക്കി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ വിജ്ഞാപനം ജനുവരി 13 പുറപ്പെടുവിക്കും. മെയ് 23 പരീക്ഷ തുടങ്ങുക. സിവിൽ സർവീസസ് മെയിൻ പരീക്ഷ ഓഗസ്റ്റ് 20 തുടങ്ങും. NDA, CDS ആദ്യഘട്ട പരീക്ഷകളുടെ വിജ്ഞാപനം ഈ വർഷം ഡിസംബർ 2 പുറത്തിറക്കും. 2027 ഏപ്രിൽ 11 രണ്ട് പരീക്ഷകളും നടക്കുക. രണ്ടാം ഘട്ട പരീക്ഷകൾക്കുള്ള വിജ്ഞാപനം 2027 മെയ് 5 പുറപ്പെടുവിക്കും. സെപ്റ്റംബർ 19 പരീക്ഷകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആശ്രമ ജീവിതം നയിക്കുമെന്ന് ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ബീഹാറിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻസുരാജ് പാർട്ടിക്ക് ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിലെയും NGO സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കുള്ള ബലിപെരുന്നാൾ അവധി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു. 4 ദിവസമാണ് ഇത്തവണത്തെ പെരുന്നാൾ അവധി. അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ ബ്രിട്ടന്റെ അത്യാധുനിക ചാരവിമാനത്തിന് തൊട്ടരികിലൂടെ അപകടകരമായ രീതിയിൽ പറന്ന് റഷ്യൻ യുദ്ധവിമാനം. കരിങ്കടലിന് മുകളിൽ വച്ചാണ് സംഭവം. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് UK പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി. ഇറാനെ അമേരിക്ക ഏറ്റെടുത്തു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാൻ ഭരണകൂടത്തിനെതിരെ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒന്നുകിൽ ഇറാനുമായി കരാർ, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ദൂരദർശനിൽ മത്സരം കാണാനാകുമോ എന്ന് ആശങ്ക. ഇന്ത്യയിൽ സംപ്രേഷണാവകാശം ഏറ്റെടുക്കാൻ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പ്രസാർ ഭാരതി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. സംപ്രേഷണത്തിന് ഫിഫ ഭീമമായ തുകയാണ് ആവശ്യപ്പെടുന്നത്. ഇതുമൂലം പ്രമുഖ ചാനലുകൾ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.